പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം ചൂടുപിടിക്കുമ്പോൾ പതിവ് സൗമ്യത കൈവിടുകയാണ് ചാണ്ടിയുമ്മൻ എം.എൽ.എ. സാധാരണഗതിയിൽ എതിരാളികളോട് പോലും സൗമ്യനായി പെരുമാറുന്ന ചാണ്ടിയുമ്മൻ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിടയിൽ പിണറായി വിജയനെയാണ് വെല്ലുവിളിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ തട്ടകത്തിൽ നിന്ന് ഉമ്മൻചാണ്ടിയില്ലാത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെയാണ് കോൺഗ്രസ് നേരിടുന്നത്. അവിടെ ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുന്നുണ്ട് ചാണ്ടിയുമ്മനിലൂടെ കോൺഗ്രസുകാരെന്നും കാണാൻ സാധിക്കും. ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവ് എന്നും കോൺഗ്രസിന് ആവേശമാണ്. അതേ ആവേശം സാധാരണക്കാരായ പ്രവർത്തകർ ചാണ്ടിയുമ്മനിലൂടെയും കാണുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ സംസാരിക്കുമ്പോഴും ഇടതുപക്ഷത്തിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും കടന്നാക്രമിക്കുന്നുണ്ട് ചാണ്ടിയുമ്മൻ. സോളാർ കേസിൽ CBI റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വെല്ലുവിളിച്ച ചാണ്ടിയുമ്മൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ചർച്ച ചെയ്താൽ ഒരു മന്ത്രിയടക്കം പലരും കുടുങ്ങുമെന്നും പിണറായി വിജയന് പീലാത്തോസിന്റെ റോൾ ആയിരുന്നുവെന്നും പറഞ്ഞ ചാണ്ടിയുമ്മൻ നീതിമാനായ മനുഷ്യനെയാണ് ക്രൂശിച്ചതെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തെറ്റ് ചെയ്തിട്ടില്ലെന്ന ബോധ്യം ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് കുറ്റബോധമുണ്ടോ? ഉമ്മൻചാണ്ടിയെ കുരിശിലേക്ക് അയച്ച പീലാത്തോസിന്റെ റോളാണ് പിണറായി വിജയനെന്ന് ചരിത്രം രേഖപ്പെടുത്തുമെന്നും CBI അന്വേഷണത്തിന് ഉത്തരവിട്ട പിണറായി കൈ കഴുകിയോ എന്നറിയില്ലെന്നും ഇനിയും സമയം ബാക്കിയുണ്ടെന്നും ചാണ്ടിയുമ്മൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടു നോക്കാം. CBI റിപ്പോർട്ട് പുറത്തു വന്നാൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടി പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ തന്നെയുള്ളവർക്കായിരിക്കും അത് എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ടാണ് ഈ CBI സാധാരണ എതിരാളിക്കെതിരെ CBI റിപ്പോർട്ട് വന്നാൽ അത് ചർച്ച ചെയ്യേണ്ട പാർട്ടിയാണോ CPM? അത് ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് CPM. അതെന്താ മിണ്ടാട്ട മുട്ടിപ്പോയത്? പാമ്പുരം കേസിന്റെ പേരിൽ K. കരുണാകരനെ, പാമ്പുരം കേസിന്റെ പേരിൽ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർ ഇന്ന് അവസരം കിട്ടിയിരിക്കല്ലേ ഈ CBI റിപ്പോർട്ട്? അതൊന്ന് ചർച്ച ചെയ്താൽ പലരും കൂടുന്നു. ഞാൻ പേരെടുത്ത് പറയണല്ലോ, പേരെടുത്ത് പറഞ്ഞോ, പറഞ്ഞവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടോ? ഞാനൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഈ തരത്തിൽ വേട്ടയാടൽ നടത്തി ആ വേട്ടയാടലിനെ ന്യായീകരിക്കുവാൻ ഇല്ലാത്ത കഥകളുണ്ടാക്കിയ ഈ ഗവൺമെന്റ് അതിന്റെ അന്തിമ ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. അവസാനത്തെ ബെല്ലടിക്കാൻ പോവുകയാണ്. ആ ബെല്ലടിക്കുമ്പോൾ പിണറായി വിജയൻ കൂട്ടരും പുറത്തോട്ടുള്ള വഴി കണ്ട് കേരള നിയമസഭയിൽ നിന്ന് പുറത്തു പോകുന്ന കാഴ്ചക്കാണ് കേരളം കാത്തിരിക്കുന്നത്. ഒരു നീതിമാനായ ഒരു മനുഷ്യനെ കുരിശിക്കാൻ വേണ്ടിയിട്ട്, ഒരു നീതിമാനായ മനുഷ്യന്റെ രക്തത്തിന് വേണ്ടി ദാഹിച്ചിട്ട്, ഒരു നീതിമാനായ മനുഷ്യനെ കള്ളക്കഥകളുടെയും അതുപോലുള്ള അസർപ്പകഥകളുടെയും ബലത്തിൽ ഈ പൊതുജനമധ്യത്തിൽ വലിച്ചു കയറിയിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റാത്തൊരു ഗവൺമെന്റിന്റെ അവസ്ഥ ഓർത്തുപോയി. അതിന്റെ അന്തിമഘട്ടത്തിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കാറുണ്ട്, അങ്ങയുടെ മനസ്സിന് കുറ്റബോധമുണ്ടോ? ഇത് വേണ്ടായിരുന്നു എന്നുള്ളത് പരസ്യമായിട്ട് അങ്ങ് പറയണമെന്നില്ല. 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നുള്ള ശരിയാണ്. പക്ഷേ ചരിത്രം അങ്ങേ രേഖപ്പെടുത്തുന്നത് ഉമ്മൻചാണ്ടിയെ കുരിശിലേക്ക് അയച്ച പീലാത്തോസിന്റെ റോളായിരുന്നു എന്നുള്ളതായിരിക്കും ചരിത്രം. ഒരു സംശയമില്ല. കൈ കഴിയുമെന്ന് അറിയുന്നില്ല, പക്ഷേ